ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആലോചിക്കണം. അങ്ങയുടെ ശിഷ്യനാണ് സുരാജ്. ഇങ്ങനെയാണോ പ്രതിപക്ഷാംഗങ്ങളെ കുറിച്ച് അങ്ങയുടെ പഠനം? ഇതിനകത്ത് ഇത്തരം അപകീർത്തികരമായ പരാമർശങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ആളാണ് ബഹുമാനപ്പെട്ട ചെയർ. അങ്ങ് ഇത്തരം മുൻവിധിയോടുകൂടിയുള്ള കാര്യങ്ങൾ അങ്ങ് പറയുന്നത് ഇറ്റ് ഈസ് വെരി അൺഫെയർ ഫ്രം യുവർ പാർട്ട്. അങ്ങ് പറഞ്ഞു ഇത് സഭാരേഖകളില്ലാത്ത കാര്യങ്ങൾ പ്രശ്നങ്ങൾ വലിച്ചെടുക്കണം. ഞാൻ എന്താ പറഞ്ഞത്? അത് ശരിയല്ല, അങ്ങ് പറയുന്നത് ശരിയല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. സഭാരേഖകളിൽ ഇല്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ബഹളം ഉണ്ടാക്കേണ്ടെന്നാ പറഞ്ഞത്. സഭാരേഖകളിൽ ഇല്ലല്ലോ. എന്നാൽ ബൈബിളിൽ ഏത് സാഹചര്യത്തിലാണ് വന്നത്? ബൈബിള് ചെയറിന് ബൈബിൾ കാണാതെ അറിയില്ല. ചെയർ ബൈബിൾ കാണാപ്പാഠം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ബൈബിൾ പരിശോധിച്ച് ബൈബിളിൽ ഏത് സാഹചര്യത്തിലാണ് എന്താണെന്ന് പരിശോധിച്ച് ചെയറിൻ്റെ റൂൾ നൽകുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അത് മതി. അല്ല, നിങ്ങൾ ബോധപൂർവം ഇല്ലില്ല. ഈ സഭയിൽ ഹൈപ്പോത്തിക്കേറ്റഡ് ആയിട്ട് ഒരു നിലപാടെടുക്കാൻ പറ്റുമോ? സഭയിൽ വരാത്തൊരു കാര്യം ഹൈപ്പോത്തിക്കേറ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ ശ്രീ വി ഡി സതീശൻ ഉന്നയിച്ച ക്രമപ്രശ്നത്തിൽ ബൈബിൾ പരിശോധിച്ച് ചെയർ റൂൾ നൽകുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ചെയറിന് ബൈബിൾ കാണാതെ അറിയില്ല.